ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. സോറി, ഇന്നലെ രാത്രിയൊക്കെ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് റീഡിംഗ് ഇല്ലാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് 11 മണിക്ക് നമ്മളുടെ തേർഡ് ചാനലിൽ നമ്മൾ വീഡിയോ ഇടാറുണ്ട്, ഡിലൈറ്റ്ഫുൾ സോളിൽ. അതിൽ ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതായത് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിന്റെ കാര്യത്തിൽ ഈ വ്യക്തി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പേഴ്സണായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് നോക്കാം. ദിസ് ഇസ് ദ ഓവറോൾ എനർജി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മാക്സിമം വെച്ചിരിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം. ആദ്യം ഈ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടോ, അങ്ങനെ പ്രത്യേകം പുതിയൊരു തീരുമാനങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, സെപ്പറേഷൻ ആണ്. കാരണം ദ ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഇസ് ഓൺ ദ ഹൊറിസോൺ ആണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഈ പേഴ്സൺ വളരെയധികം അകന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറയുകയാണെങ്കിൽ മാറി നിന്നിട്ട്, നിങ്ങളിൽ നിന്നും അകന്ന് നിന്നിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടോ വളരെ പെട്ടെന്ന് റിയൂണിയൻ സംഭവിപ്പിച്ചിട്ടോ കാര്യമില്ല. അതായത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നോക്കണം, അല്ലെ? ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കണക്ഷനെ കുറിച്ചും നന്നായിട്ട് അറിയാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചും വളരെ നന്നായിട്ട് അറിയാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അവസ്ഥ, ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാർ സെപ്പറേഷൻ ആയി പോയി കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോകും, ആ വഴി അങ്ങ് അകന്നു പോകും. പക്ഷെ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാനൊന്നും താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനും വ്യക്തമാക്കാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് കാണാൻ കഴിയുന്നു. യെസ്, അതെ, വീണ്ടും അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ എന്നാണ്. കാരണം ഇവിടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്താ പറയുക, സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പേഴ്സണെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റിയൂണിയനിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത്. കാരണം അതിനർത്ഥം നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല. നിങ്ങളുമായിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് പഴയതുപോലെ സ്നേഹത്തോടെ തിരിച്ചു വരാം, റിയൂണിയൻ ഉണ്ടാക്കാം എന്നാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മനസ്സിൽ അങ്ങേയറ്റം ചില കാര്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ല, ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിച്ചിട്ടുമില്ല. ഈ വ്യക്തി കുറെ കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയാനും അതിലൂടെ നിങ്ങളുമായിട്ട് വീണ്ടും റിയൂണിയനിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്നും ഈ പേഴ്സൺ മറച്ചു പിടിക്കുന്നുണ്ട്.
അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയുകയും വേണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നമ്മൾ രണ്ടുപേരും കൂടി കൂടെ കൂടുമ്പോൾ, അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് കൂടെ കൂടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധരായിരിക്കണം, അല്ലേ? നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആ വ്യക്തിയോട് തുറന്നു പറയണം. ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളോട് റിവീൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു നാടകം കളിക്കുന്ന പോലെ ആകും. ആർക്കോ വേണ്ടി നമ്മൾ സൗഹൃദം പുലർത്തുന്നു, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി നമ്മൾ പ്രണയിക്കുന്നു, ആ ഒരു ലെവലിൽ ഇരിക്കും. അപ്പൊ ആ ഒരു മനോഭാവം മാറ്റിയെടുത്തിട്ട് നിങ്ങളുമായിട്ട് കുറച്ചധികം ക്ലാരിറ്റി കൊണ്ടുതരുന്ന രീതിയിൽ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. മനസ്സിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ ആ വ്യക്തിയും നമ്മളും തമ്മിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാകും, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ പറയാതെ മറച്ചു പിടിക്കുമ്പോഴാണ് അവിടെ എന്താണ് അകൽച്ചകൾ വന്നു തുടങ്ങുന്നത്, ആ ഒരു പ്രണയത്തിന്റെ പവിത്രത നഷ്ടപ്പെടുന്നതും. ഓക്കെ, ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫേക്കേഡ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ എപ്പോഴും ഒരു എലവേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. ഉയരത്തിലേക്കാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ ഉയരത്തിലേക്ക് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ആണ്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പടിപടിയായി മുന്നേറാനാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ശരിയാകട്ടെ, ഇനിയിപ്പോ ഈ ഒരു ബന്ധം ശരിയായാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കാം ഈ പേഴ്സൺ നിന്നിട്ടുണ്ടാകുന്നത്. ഇത് വേണമെങ്കിൽ ശരിയാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഇതിൽ നിന്നും ഒരു മോചനം വേണം. അതായത് ഈ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും ഒരു മോചനം വേണം, ഇതിന് ഉറപ്പായിട്ടും ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യെസ്, നമുക്കിവിടെ കൃത്യമായും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് ഡ്രീംസ് ആണ്. അതായത് ഈ വ്യക്തി എത്രമാത്രം നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾക്ക് പ്രാധാന്യം തരണ്ട എന്നൊക്കെ വിചാരിച്ചാൽ പോലും ഈ വ്യക്തി വളരെയധികം നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിച്ചു വരുന്നത് വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് അകന്നു പോകാൻ സാധിക്കാത്തത് ഈ വ്യക്തിയുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ടാണ്. അതൊരു സ്വപ്നമായിട്ട്, അത് പകൽ സ്വപ്നം ആണെങ്കിൽ അങ്ങനെ പറയാം, പകൽ സ്വപ്നമാണെങ്കിൽ അങ്ങനെ പറയാം, അതല്ല രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്താ പറയാ സബ് കോൺഷ്യസ് മൈൻഡിൽ തോന്നിക്കുന്ന സ്വപ്നമാണെങ്കിലും അങ്ങനെ പറയാം. എന്തു ആയിക്കോട്ടെ, ഇവിടെ നിങ്ങളെക്കുറിച്ച് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പറ്റം സ്വപ്നങ്ങളാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പേഴ്സൺ അത് സ്വപ്നങ്ങൾ കാണണ്ട അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഓട്ടോമാറ്റിക്കലി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ വ്യക്തിക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് യുവർ പൊട്ടൻഷ്യൽ ഈസ് എൻഡ്ലെസ് എന്നാണ്. അതായത് ഈ റിലേഷൻഷിപ്പിലുള്ള സാധ്യതകൾ അത് ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് തനിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, നമുക്കിപ്പോൾ ഒരു ഡോക്ടർ ആകണം എന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ്, പല പ്രാവശ്യവും പരാജയപ്പെട്ടു പോകുന്നു, സാധ്യതകൾ കുറഞ്ഞു വരുന്നു. പക്ഷെ നമ്മൾ ഡോക്ടറായിട്ടിരിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും നമ്മൾ പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ പണിയുന്നതും ഒക്കെ നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ പ്രൊഫഷനിലേക്ക് വന്നു ചേരും. പ്രയത്നവും കൂടി വേണം. പക്ഷെ പ്രയത്നത്തിനോടൊപ്പം ഹാർഡ് വർക്കിനോടൊപ്പം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മാനിഫെസ്റ്റേഷൻസ് നല്ല രീതിയിൽ സഹായിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ടെക്നിക്കാണ് ഈ പേഴ്സണിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ വ്യക്തിക്ക് തോന്നും നിങ്ങളെ വേണ്ട, നിങ്ങളെക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള വേറെ ആൾക്കാരെ എനിക്ക് കിട്ടും എന്നൊക്കെ ഈ പേഴ്സൺ വിചാരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട്
ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സ്വപ്നങ്ങൾ അതൊരു മാനിഫെസ്റ്റേഷനായി മാറുകയും അത് വീണ്ടും ഈ വ്യക്തിയിലേക്ക് വന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും എത്ര ദൂരേക്ക് പോയാലും എവിടേക്ക് പോയാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുമിച്ച് വരുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? എത്രയൊക്കെ പോയാലും എവിടെയൊക്കെ പോയാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഒരുമിച്ച് വരുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സാധ്യതകളുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ സാധ്യതകളുണ്ട്. അതിനോടൊപ്പം തന്നെ മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. അതായത് നല്ലൊരു കെമിസ്ട്രി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അട്രാക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ എംപവർമെന്റ് ആണ്, ഒരു ശാക്തീകരണമാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങൾ ഒരു പക്ഷേ സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിംഗിൾ പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സി ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എന്ത് പ്രോബ്ലംസ് ആണെങ്കിൽ പോലും, ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നിങ്ങൾ തകർന്നു വീഴാതെ അതിശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലേഡിയുടെ മുഖം. ഇവർ ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ മുഖത്ത് ദുഃഖമുണ്ട്. അവർ ദുഃഖത്തോടെ ഉള്ളൊരു ആ ഉള്ളിലുള്ള ദുഃഖം മറച്ചു വെച്ചുകൊണ്ടാണ് ആ ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലേഡിയുടെ ഓറ എന്ന് പറയുന്നത് ഫുൾ എനർജിയാണ്. നമുക്ക് പൂർണ്ണ ചന്ദ്രനെയാണ് കാണാൻ സാധിക്കുന്നത്. ഫുൾ ഓൺ ഫുൾ പവറിലാണ് ആള് നിൽക്കുന്നത്. മുഖത്ത് സങ്കടമുണ്ട്, മനസ്സിലും ദുഃഖങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. യെസ്, ന്യൂ ലൈഫാണ്. നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നതോടുകൂടി ഈ വ്യക്തിക്ക് വളരെയധികം പുതിയ ജീവിതം കിട്ടിയതിന് തുല്യമാണ്. കാരണം നിങ്ങൾ വന്നതോടു കൂടിയാണ് ഈ വ്യക്തി മനസ്സിലാക്കിയത് ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എത്രയോ ചെറുതാണ്, എത്രയോ സിമ്പിളാണ്, എത്രയോ നിസ്സാരമാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി ഈ വ്യക്തിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത് പുതിയ ജീവിതമാണ്, പുതിയൊരു ജീവനാണ് ഈ പേഴ്സണ് കിട്ടിയിട്ടുള്ളത്. ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ പാഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല. നിങ്ങളോട് അടങ്ങാത്ത പാഷനാണ്. കാരണം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കെമിസ്ട്രി. അതായത് നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ട്, ഒരു സ്ട്രോങ് കെമിസ്ട്രി ഇവിടെ ഉണ്ട്, മാഗ്നറ്റിക് അട്രാക്ഷൻ ആണ് നിങ്ങൾക്കിടയിൽ ഉള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എന്നീ പറയുന്ന ഫയർ സൈനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഏരീസ് അല്ലെങ്കിൽ ലിയോ അല്ലെങ്കിൽ സാജിറ്റേറിയസ് എനർജിയിലായിരിക്കാം. ആ ഒരു സോഡിയാക് സൈൻ, ആ ഒരു രാശിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ പ്രണയത്തിലാകുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ കണ്ടെത്തുന്നത്, ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്, സ്നേഹത്തിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആ സ്നേഹത്തിലാകുന്ന സമയത്ത് ആ ഒരു സോഡിയക് അലൈൻമെന്റ് എന്ന് പറയുന്നത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെയോ സോഡിയക് സൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം. അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി എനർജിയാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിലോ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാകാം, പക്ഷെ അത് നടക്കാത്തതാകാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഒക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരുന്നത്. അതുകൊണ്ടാണ് 10 ഡേയ്സ് കിട്ടിയിട്ടുണ്ട്. 48 ഡേയ്സ് സൗദി അറേബ്യ, 4-ാം തീയതി 17 സെപ്റ്റംബർ
കാർ ഡ്രൈവ്, ബുഷി ഹെയർ, 24 മണിക്കൂർ, വയനാട്, ഹൈദരാബാദ്, ലെറ്റർ ആർ, പാലക്കാട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.